ഹായ് ഗൈസ്, എൻ്റെ ഫ്രണ്ടിനായിട്ട് 8ൻ്റെ പണീനെ കുറിച്ചാണ് ഈ വീഡിയോ. 8ൻ്റെ പണി എന്ന് പറഞ്ഞാൽ വളരെ കുറഞ്ഞു. ഇതൊരു 18ൻ്റെ പണി എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം വേറെ ഒന്നുമല്ല, രാവിലെ എനിക്ക് അവൻ ഡ്യൂട്ടിക്ക് പോയായിരുന്നു. അപ്പോൾ റൂട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം ഉണ്ടായിരുന്നു. ഫ്ലഡിൻ്റെ മുന്നറിയിപ്പ് ബോർഡും ഉണ്ടായിരുന്നു. അവൻ അതിനെ വക വയ്ക്കാണ്ട് മുന്നോട്ട് ഡ്രൈവ് ചെയ്ത് പോയി. അപ്പോൾ വെള്ളത്തിൽ വണ്ടി പെട്ടു, എഞ്ചിൻ ഓഫായിപ്പോയി, വണ്ടിയുടെ അകത്ത് വെള്ളം കയറി. അപ്പോൾ അവൻ ക്ലെയിം കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ്റെ ഇൻഷുറൻസ് കമ്പനീനെ അവൻ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് അവരിത് ക്ലെയിം ചെയ്യൂല, ക്ലെയിം റിജക്റ്റ് ചെയ്തു അവർ. കാരണം എന്തെന്ന് വെച്ചാൽ UK ഒരു രീതി പ്രകാരം നിങ്ങൾ വീട്ടിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ മറ്റെവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട സ്ഥലത്തേക്ക് വെള്ളം വന്ന് കയറി നിങ്ങളുടെ വണ്ടി ഫ്ലഡ് എഫക്റ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലെയിം കിട്ടും. അതല്ലാതെ റോട്ടിലെ ഫ്ലഡിൻ്റെ ബോർഡ് കണ്ടിട്ടും വെള്ളം കണ്ടിട്ടും മനഃപൂർവ്വം നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന സിറ്റുവേഷനായിട്ട് ഒഴിവാക്കാതെ അതിലൂടെ ഓടിച്ച് വണ്ടി കംപ്ലൈൻ്റ് ആക്കിയാൽ ഇവർ ക്ലെയിം തരില്ല. കാരണം ഇത് ഡ്രൈവറുടെ മാത്രം മിസ്റ്റേക്ക് ആയിട്ടാണ് ഇൻഷുറൻസ് കമ്പനികൾ കണക്കാക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ജോലിയുടെ കാര്യത്തിൽ നല്ല ആത്മാർത്ഥത, എനിക്കും നല്ല ആത്മാർത്ഥത. അപ്പോൾ ഇതുപോലെ ഫ്ലഡ് ഉണ്ടായിട്ട് അതിലൂടെയൊക്കെ ഞാൻ പലവട്ടം വണ്ടി ഓടിച്ച് എൻ്റെ കമ്പനിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസം ഫ്ലഡ് കൂടിയിട്ട് എനിക്ക് ഒട്ടും കമ്പനിയിൽ എത്താൻ പറ്റാത്തൊരു സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ ഫ്ലഡിൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ മുന്നറിയിപ്പ് ബോർഡിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഞാൻ കമ്പനിയിൽ ഇൻഫോം ചെയ്തു. അതിൻ്റെ വീട്ടിൽ പോന്നു. പിന്നീട് എനിക്ക് പേ സ്ലിപ്പ് വന്നപ്പോൾ എനിക്ക് അന്ന് ആബ്സെൻസ് ഒന്നുമില്ല, അന്നത്തെ ഫുൾ പേ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ എൻ്റെ കൊളീഗ്സിനോട് കാര്യം ചോദിച്ചപ്പോൾ നിനക്ക് പേ കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നീ അന്ന് ജോലി ചെയ്യാൻ വില്ലിങ് ആയിട്ട് വീട്ടിൽ നിന്ന് പോകുന്ന ഒരാളാണ്. നിൻ്റെ പ്രശ്നം കൊണ്ടല്ല നിനക്ക് കമ്പനിയിൽ വരാൻ പറ്റാഞ്ഞ, നീ ഫ്ലഡ് ആയതുകൊണ്ടാണ് നിനക്ക് കമ്പനിയിൽ വരാൻ പറ്റാഞ്ഞ. ഫ്ലഡിലേക്ക് നീ കമ്പനിയിൽ വന്നേനെ, അതുകൊണ്ട് നിനക്ക് പേ കിട്ടാനുള്ള റൈറ്റ് ഉണ്ടെന്ന് അവർ പറഞ്ഞത്. പക്ഷെ ഞാനിത് പറഞ്ഞു എന്ന് വെച്ച് എല്ലാ കമ്പനികളും ഇങ്ങനെ പേ തന്നെ ഒന്നും ഞാൻ പറയില്ല. പക്ഷെ ഇങ്ങനെ തന്നെ കമ്പനികളും UK ഉണ്ട്.